ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രമുഖന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അത് നമ്മളാണ് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കർത്താവിലൂടെ വാഴാനുള്ളവരാ നമ്മള്. ആ വലിയ പ്രതീക്ഷയാ ദൈവം നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ ഭിത്തിയിൽ നമ്മുടെ വാൾ പോസ്റ്ററില്ലെങ്കിലും കർത്താവിന്റെ വരവെങ്കിൽ അവൻ കാഹളം ധ്വനിക്കുമ്പോൾ തേജോരൂപികളായി നാം മാറ്റപ്പെട്ട് എടുക്കപ്പെടും, അവന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. 11-ാം അധ്യായത്തിൽ വായിക്കാം, 4-ാം വാക്യം മുതൽ. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസത അവന്റെ അരക്കച്ചയും ആയിരിക്കും. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. ശ്രദ്ധിച്ചേക്കുക, യേശു ഭരിക്കുമ്പോൾ ചെന്നായും ആട്ടുകുട്ടിയും ഒന്നിച്ച് താമസിക്കും. ഇന്ന് താമസിക്കാനൊക്കെ ഇന്ന് കടിച്ചു കയറും ചെന്നായി. കടിച്ചു കയറുന്ന ചെന്നായി അന്ന് മാംസബുക്കല്ല, സസ്യബുക്കാവും. ലോകയുടെ പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ ഇവരെല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഒരു പെട്ടകത്തിൽ കുഞ്ഞാടുണ്ടായിരുന്നു, ചെന്നായി ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിയില്ല. അവർക്ക് മാറ്റം വരുത്തി കൊടുത്തു. അതുകൊണ്ടൊരു മാറ്റം വരുത്തും ആര് ഭരിക്കുമ്പോൾ? യേശു ഭരിക്കുമ്പോൾ. ഇന്ന് ഇലക്ഷൻ നിൽക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഭരണകാലത്ത് ചെന്നായി കുഞ്ഞാട് ഒന്നിച്ചു മേയാൻ സാധിക്കുമോ? പ്രകൃതിക്ക് മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കയില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മനുഷ്യരെ സഹായിക്കുക, ദരിദ്രന്മാരെ സഹായിക്കുക. എന്നാൽ ചെന്നായും കുഞ്ഞാട് ഒന്നിച്ചു മേയണമെങ്കിൽ ചെന്നായുടെയും കുഞ്ഞാടിന്റെ സൃഷ്ടാവ് വരണം. അന്ന് ചെന്നായും കുഞ്ഞാട് ഒന്നിച്ചു മേയും. അടുത്തത് പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടും കൂടെ കിടക്കും. പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയും ഒന്നിച്ചു കിടക്കും. പുള്ളിപ്പുലി കടിച്ചു കീറുന്ന പുലി വന്നേ എന്ന് പറഞ്ഞ് നമ്മള് ന്യൂസ് കാണുന്നുണ്ട്, പത്രത്തിൽ വരുന്നുണ്ട്, ടിവിയിൽ വരുന്നുണ്ട്. പുലിയെ ഓടിക്കാത്തതിന് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് നാട്ടുകാർക്ക് വിരോധമുണ്ട്, അതിനുള്ള സമരമുണ്ട്. ആരെങ്കിലും കാട്ടാന വന്ന് ആരെങ്കിലും കൊന്ന ഉടനെ ഒരു സമരം തൽക്കാലത്തേക്കുണ്ട്. ഇവരാരും വിചാരിച്ചാൽ കാട്ടാനയെ കൊല്ലാത്ത വിധത്തിലാക്കാൻ കഴിയത്തില്ല. അതിന്റെ സ്വഭാവം മാറ്റാൻ കഴിയുന്നത് സൃഷ്ടാവിന് മാത്രമാണ്. ഒരു പുതിയ കാലത്തെക്കുറിച്ച് പറയുക, ഒരു പുതിയ യുഗത്തെക്കുറിച്ച് പറയുക, ഒരു പുതിയ ഭരണത്തെക്കുറിച്ച് പറയുക. അന്ന് പുള്ളിപ്പുലിയും കുഞ്ഞാട്ടും കുട്ടി ഒന്നിച്ച് കിടക്കും. അടുത്ത് പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും എല്ലാം ഒന്നിച്ചു പാർക്കും. പ്രകൃതിക്ക് മാറ്റം, മൃഗങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം. എന്താ കാര്യം? ഒരു രാജാവ് നീതിയോടെ വാഴും. നമ്മൾ കാത്തിരിക്കുന്ന ആ ഭരണത്തിന് വേണ്ടിയാ. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് വേണ്ടിയാ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ പ്രത്യാശയുള്ള ഒരു കൂട്ടം മനുഷ്യരെ ഈ ഭൂമിയിലുള്ളൂ. അവർ ദൈവമക്കളാണ്. അവർക്കറിയാം ഈ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം മാറിപ്പോകും, ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകും. അടുത്ത് ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഒരു ചെറിയ കുട്ടി അന്ന് ഈ പുള്ളിപ്പുലിയും ആട്ടുംകുട്ടിയും ഒന്നിച്ച് നടത്തും. അടുത്ത് പശു കരടിയോടും കൂടെ മേയും. പശുവും കരടിയും കൂടെ ഒന്നിച്ച് മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ. സിംഹം
കാള എന്ന പോലെ വൈക്കോൽ തിന്നു. വൈക്കോൽ തിന്നും. വൈക്കോൽ എല്ലാ ഹിംസ്ര ജന്തുക്കളും സസ്യബുക്കുകളായി മാറും. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ആഹാരത്തിന് വേണ്ടി കൊല്ലുകയില്ല. സസ്യം കഴിച്ചോണം, കച്ചി കടിച്ചോണം. കാലം മാറുക. ആര് ഭരിക്കും? ഇത് സാധിക്കും. ഇന്ന് ഭരിക്കുവാൻ കയറുന്ന ആര് ഭരിച്ചാലും സാധിക്കുകയില്ല. യേശു ഭരിക്കുമ്പോൾ, യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ ഭരിക്കുമ്പോൾ അത് സാധിക്കും. യെശയ്യാവിൽ വീണ്ടും അവസാന ഭാഗത്ത് ഇത് വായിക്കുന്നുണ്ട്. ചെന്നായി കുഞ്ഞാട് ഒന്നിച്ചു വേയും, സിംഹം കാളയെന്ന പോലെ പുല്ല് തിന്നും. ഒരു ഭരണം വരാൻ പോകുന്നു. ഈ ഇലക്ഷനൊക്കെ കഴിയട്ടെ, ഒരു ഭരണം വരാൻ പോകുന്നു. വരാൻ പോകുന്ന ഭരണത്തിൽ ഒരാളാണ് ഭരിക്കുന്നത്. രാജാക്കന്മാരുടെ രാജാവാണ്, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ്. യെരുശലേമിൽ കൂടെ തലയിൽ മുൾക്കിരീടം ചൂടിക്കൊണ്ട് അപമാനം സഹിച്ച് ചാട്ടവാറടിയേറ്റ് കഷ്ടത അനുഭവിച്ച രക്ഷകൻ ഇനിയും വരുമ്പോൾ അങ്ങനെയല്ല വരുന്നത്. ഇനിയും വരുമ്പോൾ അനേകം രാജമുടികൾ ചൂടി രാജാക്കന്മാരുടെ രാജാവായി വരുന്നു. രാജാക്കന്മാരുടെ രാജാവേ, നിനക്ക് സ്തോത്രം. രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അർത്ഥം ഞാൻ പറയാം. എല്ലാ രാജാക്കന്മാരും പ്രജകളുടെ രാജാക്കന്മാരാ. ഇവൻ രാജാക്കന്മാരുടെ രാജാവാ. ഇവന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാ. യേശു ഭൂമിയിൽ ഭരിക്കുമ്പോൾ അവന്റെ കൂടെ വാഴുന്നവരെല്ലാം രാജാക്കന്മാരാ. രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. കാൽവരി ക്രൂശിൽ യേശു ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ അവൻ വിലയ്ക്ക് വാങ്ങി മക്കളും അവകാശികളുമാക്കി തീർത്തു. അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഹല്ലേലൂയ. ഇവിടുത്തെ കഷ്ടങ്ങൾ സാരമില്ല. നോട് നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം പ്രാപിപ്പാൻ കാരണമാണ്. നമ്മുടെ കഷ്ടതയെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന നൊടി നേരത്തേക്കാ. കൈ നൊടിക്കുമ്പോൾ എത്ര സമയമുണ്ട്? അതാ നൊടി നേരം. അവിടെ നമ്മുടെ കഷ്ടതയൊക്കെ നൊടി നേരം താൽക്കാലികമാണ്. ഏത് രോഗം വന്നാലും പറയണത് താൽക്കാലികമാണ്. ഏത് ദാരിദ്ര്യം വന്നാലും പറയണത് താൽക്കാലികമാണ്. ഏത് ശത്രുത വന്നാലും പറയണത് താൽക്കാലികമാണ്. ഏത് കേസുകൾ വന്നാലും പറയണത് താൽക്കാലികമാണ്. എന്താ കാരണം? നിത്യമായത് സ്ഥാപിക്കാൻ ഒരാൾ വരുന്നുണ്ട്. അവൻ നിത്യരാജാവാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും മരിക്കയില്ല. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഒന്ന് പറഞ്ഞൊരു 15-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണ് ഇമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഈ പ്രത്യാശയുള്ളവർ കൈയുയർത്തി സ്തോത്രം ചെയ്യുക. കണ്ണിമയ്ക്കുക, കണ്ണ് അടച്ചു തുറക്കുന്ന ആ സമയം അവരുടെ രൂപാന്തരം സംഭവിക്കും. ഇപ്പൊ കാള ഊതിയാൽ ഇവിടിരിക്കാൻ രക്ഷിക്കപ്പെട്ട ആളുകളെല്ലാം നൊടി നേരം കൊണ്ട് രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെട്ടാൽ ഡെഡ് ബോഡി കിടക്കുമോ? കിടക്കത്തിൽ ഡെഡ് ബോഡി ഇല്ല. ഈ ശരീരം തന്നെ രൂപാന്തരപ്പെടുന്നത്. നമ്മൾ കേട്ടതുപോലെ സെമിത്തേരിയിൽ അടക്കം ചെയ്തിരിക്കുന്ന ദൈവമക്കൾ, പ്രത്യാശയോടെ അക്കരെ നാട്ടിൽ പോയവർ, അവർ ഉയർത്തെഴുന്നേൽക്കും, തേജോരൂപികളായി മാറും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഇവർക്ക് നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ മർത്യമായത് അമർത്യതയെ ധരിക്കണം. മർത്യം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത്, അത് നമ്മുടെ ശരീരം. ഇത് ധരിക്കാൻ പോകുന്ന അമർത്യതയാ. ഏതാ അമർത്യത? മരണമില്ലാത്ത അവസ്ഥ. താൻ മാത്രം അമർത്യൻ. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക.